രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ എത്തുമെന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി പോലും അഭിപ്രായം മാറ്റിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ സമ്പൂർണ്ണ നിരാശയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിവസമായ ഇന്ന് വയനാട് DCC ഓഫീസിൽ ആരും എത്തിയിട്ടില്ല. BJP വിരുദ്ധ പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ ഇതുവരെ തീരുമാനമെടുക്കാത്തത് എന്നാണ് സൂചന. BJPയെ നേരിടാൻ കർണാടകത്തിലെ സീറ്റിൽ മത്സരിക്കാനും സമ്മർദ്ദം തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ കൽപ്പറ്റയിൽ നിന്ന് CV അനുമോദും ഡൽഹിയിൽ നിന്ന് M ഉണ്ണികൃഷ്ണനും ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, നേരത്തെ നമ്മൾ വായിച്ചതുപോലെ, ഇൻട്രോയിൽ വായിച്ചതുപോലെ തന്നെ ഇവിടെ വയനാട് DCC ഓഫീസിലേക്ക് ആരും എത്തിയിട്ടില്ല. ഇന്നലെയൊക്കെ DCC ഓഫീസിലടക്കം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അണികളുടെ വലിയ പ്രവാഹമുണ്ടായിരുന്നു. രാഹുൽ മത്സരിക്കുമെന്ന പ്രതീക്ഷ നേതാക്കളടക്കം നിരന്തരമായി പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് തീരുമാനം അവിടെ എത്തിയെന്ന് നമുക്ക് കരുതാമോ? നിരാശ പ്രവർത്തകരിൽ പ്രകടമാണോ? നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവെക്കുന്ന വികാരം എന്താണ്? രാഹുലിന്റെ പിന്മാറ്റം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ടോ അവിടെ? രഞ്ജിത്ത്, ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാവുന്ന ഈ ദൃശ്യങ്ങൾ തന്നെ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ വികാരം മുഴുവൻ പങ്കുവയ്ക്കുന്നു. 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആരും തന്നെ, നേതാക്കളും പ്രവർത്തകരും ആരും തന്നെ DCC ഓഫീസിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് നമുക്ക് കാണാനാകുന്നത്. നമ്മൾ ഏതാണ്ട് 8:30 ഇവിടെ എത്തിയതാണ്. അപ്പോൾ മുതൽ ആരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നില്ല. അതായത് രാഹുൽ ഗാന്ധിയുടെ വരവിനെ ചൊല്ലി വലിയ തോതിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി വലിയ തോതിലുള്ള ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും എല്ലാം തന്നെ ഈ DCC വേദിയായതാണ്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വരവ്, രാഹുൽ ഗാന്ധി വരില്ല എന്ന വിവരം ഏറെക്കുറെ ലഭിച്ചതോടെ തന്നെ DCC ശൂന്യമായിരിക്കുന്നു. നേതാക്കളും തന്നെ ഇവിടേക്ക് എത്തുന്നില്ല. നമ്മൾ നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. DCC പ്രസിഡന്റ് ഉച്ചയോടെ മാത്രമേ ഇവിടേക്ക് എത്തുകയുള്ളൂ. മറ്റ് നേതാക്കന്മാരും തന്നെ അല്പസമയം ഉച്ചയോടെ മാത്രമേ DCCയിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതായത് വലിയ ഒരു നിരാശ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മോടൊപ്പം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് സാലി ചേരുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അദ്ദേഹം വരില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അല്ല, നമ്മുടെ നേതൃത്വം ACC അടക്കമുള്ള ആളുകളും നമ്മുടെ ജില്ലാ നേതൃത്വവും അതുപോലെ നമ്മളെ ബ്ലോക്ക് തല നേതൃത്വമൊക്കെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വരവുണ്ടാവും, അത് തീർച്ചയായിട്ടും ഏറ്റവും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ രീതിയിൽ ഒഴിച്ചിട്ടൊരു സീറ്റാണ്. പിന്നെ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അതിന്റെ രാഹുൽ ഗാന്ധിയെ എത്തിക്കാൻ വേണ്ടി നേതാക്കന്മാർ തീരുമാനമെടുത്തൊരു ഇതാണ്. അപ്പോൾ ആ തീരുമാനത്തിന് വളരെ ഗൗരവമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ജില്ലയിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി പോലും ഇന്ന് അദ്ദേഹം വരാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ DCCയിലാണെങ്കിലും നേതാക്കന്മാരും എത്തുന്നില്ല. ഒരു നിരാശ പൊതുവെ പ്രകടമായിരുന്നു. നിരാശ അതിലല്ല, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരാത്തതിലുള്ളൊരു നിരാശയാണ്. ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ ഇനിയിപ്പോ നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അറിയാം, ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഔദ്യോഗികമായിട്ട് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? നെഗറ്റീവായി അദ്ദേഹം ഇവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമുക്കൊരു പിന്നെ അദ്ദേഹം വരികയാണെങ്കിൽ വലിയ നേട്ടം ഉണ്ടാവും എന്നുള്ള സ്വപ്നമുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എന്താകും കാണും. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലവിൽ മണ്ഡലം കമ്മിറ്റി കൺവെൻഷനുകൾ, നിയോജകമണ്ഡല കൺവെൻഷനുകൾ, ജില്ലാ കൺവെൻഷൻ അടക്കമുള്ള ബൂത്ത് തല കൺവെൻഷൻ അടക്കമുള്ളത് വളരെ വൃത്തിയായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും നിരാശയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വരികയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഹൈ ടെമ്പോ വലിയ രീതിയിൽ ജനങ്ങളിലും പ്രവർത്തകരും ഉണ്ടാക്കും എന്നത് സത്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യൂത്തിന്റെ പ്രതീകമാണ്. നിങ്ങളെപ്പോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഏറെ മാതൃകയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ അത് വാനോളമായിരുന്നു. യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല, UDFനല്ല. പക്ഷെ അതില്ല എന്ന് അറിയുമ്പോൾ താങ്കളെപ്പോലുള്ളവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള വികാരം എന്താണ്? അദ്ദേഹം വരുന്നില്ല അറിയുമ്പോൾ വലിയൊരു പ്രയാസം ഉണ്ടാവും. അത് സ്വാഭാവികമല്ലോ. ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം വന്നില്ലെങ്കിൽ വലിയൊരു നിരാശ ഉണ്ടാവും. എന്നാലും അദ്ദേഹം വരാൻ ഈ ദക്ഷിണേന്ത്യയിൽ വയനാട് പോലെയുള്ളൊരു സ്ഥലം ലോക നിലവാരത്തിലേക്ക് അതിന്റെ ശ്രദ്ധ കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടാവും. എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണം എങ്ങനെയാവും നേരിടുക?
ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നേരിടും. ഇവിടെ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടെ, വയനാട് പാർലമെൻറ്റ് മണ്ഡലം തീർച്ചയായിട്ടും പിന്നെ വലിയ വിജയം തന്നെ ഉണ്ടാവും. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. എന്നാലും 1,00,000-ലധികം ഭൂരിപക്ഷത്തിന് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജയിക്കും സാധ്യതയുള്ള. അതിന് പിന്നെ UDF-ന് അനുകൂലമായ വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം നിരാശയിലാണ്. CV അനുമോദാണ് അവർക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ഉണ്ണിയും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നേതാക്കൾക്ക്, കേരളത്തിലെ നേതാക്കൾക്ക് രാഹുൽ വരുമെന്ന കാര്യത്തിൽ. അപ്പോഴും ഇടതുകക്ഷികളുടെ അടക്കം സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മത്സരിക്കേണ്ടത് കേരളത്തിലല്ല, വയനാട്ടിലല്ല, കർണാടകയിലാണ്. അവിടെ 3 സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നതായിരിക്കും BJP വിരുദ്ധ പോരാട്ടത്തിന് ഗുണം ചെയ്യുക എന്ന രീതിയിലാണ്. അതിന് രാഹുൽ സമ്മതിച്ചു എന്ന സൂചനയാണോ രാവിലെ ലഭിക്കുന്നത്? പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി പോലും മാധ്യമങ്ങളോട് പറയുകയാണ്, ഈ വാർത്ത മാധ്യമങ്ങളെ അറിയിച്ച ഉമ്മൻചാണ്ടി പോലും പറയുകയാണ്, താൻ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല, താൻ സൂചന നൽകിയിട്ടില്ല അങ്ങനെ മത്സരിക്കുമെന്ന കാര്യത്തിൽ. രാഹുൽ വന്നേക്കാം അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. കേരളത്തിലെ മുഴുവൻ നേതാക്കളുടെയും ഒരു വികാരവും അത്തരത്തിലാണ് എന്ന് കരുതുന്നു. ശോകമുഖമായ വയനാട് DCC ഓഫീസും അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. എന്താണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരം, ഉണ്ണി? രഞ്ജിത്ത്, ഉമ്മൻചാണ്ടിയുടെ വാക്ക് തന്നെയാണ് ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള സൂചന. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. ഇന്നലെ തന്നെ കൃത്യമായി അതിൻ്റെ സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം UPA ഘടകകക്ഷിയായ NCPയുടെ നേതാവ് ശരത് പവാർ വളരെ ശക്തമായ സമ്മർദ്ദം രാഹുൽ ഗാന്ധിക്ക് മേൽ ചെലുത്തിയിരുന്നു. കേരളത്തിൽ പോയി മത്സരിക്കുന്നത് രാഷ്ട്രീയ ശരികേടാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല, ലോക് താന്ത്രിക് ജനതാദളിന്റെ നേതാവ് ശരത് യാദവും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇതേ നിലപാട് അറിയിച്ചിരുന്നു. ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആശങ്കയാണ് ഈ രണ്ട് നേതാക്കളും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആവർത്തിക്കുന്നത്. അതേപടി ഇടതുപക്ഷം പറഞ്ഞിരുന്നത് കേരളത്തിൽ വന്നുകൊണ്ട് ഒരു ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിച്ചുകൊണ്ടല്ല രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന്റെ രാഷ്ട്രീയ സന്ദേശം നൽകേണ്ടത്, BJPക്കെതിരെയാണ് പോരാട്ടം വേണ്ടത്. അങ്ങനെയെങ്കിൽ കർണാടകയിലേക്ക് പോയി രാഹുൽ ഗാന്ധി മത്സരം ഏറ്റെടുക്കൂ എന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. അതേ നിലപാട് തന്നെ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഈ പ്രതികൂല റിപ്പോർട്ടുകളാണ് രാഹുൽ ഗാന്ധിയെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത്. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും, ഈ ഒരു നീക്കത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും പിന്മാറുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നത്. ഇതുവരെയും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ yes or no തീരുമാനം നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വലിയ കാലതാമസം തന്നെയാണ് പ്രതീക്ഷകൾക്ക് പൂർണ്ണമായും മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. ഈ സമ്മർദ്ദമടക്കം പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൽ പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ BJP വിരുദ്ധ സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളിലാണെന്ന് പറയുന്നു. എന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ പുറമേ നിന്ന് പോലും സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്ന ഇടതു പാർട്ടികൾക്കെതിരെ കേരളത്തിൽ പോയി മത്സരിക്കുന്നത് രാഷ്ട്രീയമായി എന്ത് സന്ദേശം നൽകുമെന്ന ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനം വൈകുന്നതും. ഇപ്പോഴും ഉന്നത നേതാക്കൾ പറയുന്നത് ഇതുവരെയും രാഹുൽ തീരുമാനം അറിയിച്ചിട്ടില്ല. ഇന്ന് രാഹുലിന്റെ ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ ഈ വിവരം പങ്കുവെക്കുകയാണ്. താൻ അത്തരത്തിൽ ഒരു രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന രീതിയിലല്ല സംസാരിച്ചത്, സൂചന മാത്രമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന്. കൃത്യമായ സൂചന ലഭിച്ചു കഴിഞ്ഞോ കേരളത്തിലെ നേതാക്കൾക്ക് രാഹുൽ വരില്ല എന്ന കാര്യത്തിൽ? ഇല്ല, വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള കേരളത്തിലെ നേതാക്കന്മാർ ശ്രീ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ഉചിതം വയനാടായിരിക്കും എന്നുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോഴും പ്രസക്തമാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുന്നുണ്ടോ, അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ശ്രീ രാഹുൽ ഗാന്ധി അടക്കം പലവിധ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ആകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ നിലയിലാണ് വയനാട് സീറ്റിന്റെ ഒരു പേര് ഉയർന്നു വന്നത്. പക്ഷെ തീരുമാനം ആ ഘട്ടത്തിലൊന്നും ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. ആ തീരുമാനം എന്തു തന്നെയായിരുന്നാലും കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന കാര്യത്തിൽ പ്രഖ്യാപനം വരെ നടത്തിയ നമ്മുടെ നേതാക്കൾ അല്പം തിടുക്കം കാട്ടിയോ ബൽറാം? അത് കാര്യമായി തന്നെ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാക്കി എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. മാധ്യമ ചർച്ചകൾ ഇടം പിടിച്ചു, ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. അത് നമ്മളുടെ നേതാക്കൾ നടത്തിയ അല്പം ഒരു തിടുക്കം കൊണ്ടല്ലേ?
അല്ല, ആ നിലയിലുള്ള പ്രഖ്യാപനം ഇവിടുത്തെ നേതാക്കന്മാരും നടത്തിയിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി, അത് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം രേഖപ്പെടുത്തി. വയനാട്ടിൽ തന്നെ ആ നിലയിലുള്ള ഒരു വിപുലമായിട്ടുള്ള കൺവെൻഷൻ വിളിച്ചു ചേർത്തിരുന്നു. ആ കൺവെൻഷനിലും അത്തരത്തിലുള്ള ഒരു പ്രമേയം പാസാക്കി ആ നിലയിലുള്ള അഭിപ്രായം രാഹുൽ ഗാന്ധിയും അഖിലേന്ത്യാ നേതൃത്വത്തെയും അറിയിച്ചു. അദ്ദേഹം ഇവിടെ മത്സരിക്കണം എന്നുള്ള അഭിപ്രായം ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ആ അഭിപ്രായത്തിൽ മാറ്റം വന്നിട്ടില്ല. തീരുമാനം പക്ഷേ ഇങ്ങനെയല്ലല്ലോ എടുക്കേണ്ടത്. തീരുമാനം എടുക്കുന്ന സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയം, അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ പലവിധ വിഷയങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തിടുക്കം കാണിച്ചു എന്നോ പ്രഖ്യാപനം ഓൾറെഡി നടത്തി എന്നോ നിങ്ങൾ കരുതേണ്ടതായിട്ടില്ല. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്ന ദിവസമാണ് ബൽറാം. വയനാട്ടിലടക്കം സ്ഥാനാർത്ഥി ആരെന്നറിയാതെ അണികൾ കുഴയുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും എന്ന് പറയുമ്പോഴും മതിലുകളിൽ, ചുവരുകളിൽ പോലും സ്ഥാനാർത്ഥിയുടെ പേരെഴുതാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. വലിയ തിരിച്ചടിയാവില്ലേ അത്? പ്രത്യേകിച്ചും ഇനി രാഹുൽ മത്സരിക്കാൻ വരില്ല എന്നുകൂടി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തോതിൽ പിന്നോട്ടടിക്കുന്ന സാഹചര്യത്തിലേക്ക് UDF പോവില്ലേ? ഇല്ല, ഇക്കാര്യത്തിൽ 1-2 ദിവസത്തിനകം തന്നെ അന്തിമ തീരുമാനം വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ വലിയ രീതിയിലുള്ള കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തവണ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് നോമിനേഷൻ കൊടുക്കേണ്ട തീയതികൾ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് 5-ാം തീയതി അടുത്ത മാസത്ത് വരെ ഉള്ള നോമിനേഷൻ തീയതിയുണ്ട്. അപ്പൊ അതിന്റെ തലേ ദിവസം വരെയൊക്കെയാണ് പലപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുൻകാലങ്ങളിൽ നീണ്ടുപോയിട്ടുള്ളത്. ഏതായാലും ഇത്തവണ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. നാളെയും മറ്റന്നാളും പരമാവധി ചിലപ്പോൾ ഇന്ന് തന്നെ അതിന്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി VT ബൽറാം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഉണ്ണി, ഇത്തരത്തിൽ ബൽറാം അടക്കമുള്ള നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം വരുന്നതുവരെ തങ്ങൾ പ്രതീക്ഷയിലായിരിക്കും രാഹുൽ വരുമെന്ന കാര്യത്തിൽ. ഒരു തീരുമാനം ഇന്നുണ്ടാകുമോ ഉണ്ണി? അത്തരത്തിലുള്ള സൂചനകളുണ്ടോ? തെരഞ്ഞെടുപ്പ് സമിതി യോഗം അടക്കം എല്ലാ ദിവസവും ചേരുന്നുണ്ട് എന്നറിയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. വയനാടിനൊപ്പം വടകരയിൽ K മുരളീധരനും പ്രതിസന്ധിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. പ്രചരണം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അല്പം മുന്നോട്ട് പോയിരിക്കുന്നു കഴിഞ്ഞ 2-3 ദിവസമായി എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, അതായത് ഇന്നലെ തീരുമാനമുണ്ടാകുമെന്നാണ് ചില ഉന്നത കോൺഗ്രസ് നേതാക്കൾ നമ്മോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ തീരുമാനമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊന്നും ഉണ്ടായില്ല. മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് രാഹുൽ കേരളത്തിൽ പോയി മത്സരിക്കരുതെന്ന സമ്മർദ്ദം ശക്തമാവുകയും ചെയ്തു. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നേതാക്കളുണ്ട്. കാരണം ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമിതിയിൽ പോകേണ്ടതില്ല എങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് പല ഉന്നത നേതാക്കളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ ഭാരം കൂടിയുണ്ട്. ഇന്നും തീരുമാനമുണ്ടാകുന്നില്ല എങ്കിൽ എപ്പോൾ തീരുമാനമുണ്ടാകും? വടകരയിലും വയനാട്ടിലും പ്രഖ്യാപനം വൈകുന്നത് കേരളത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയാകില്ലേ എന്ന ആശങ്ക കൂടി ആ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ ഇന്നെങ്കിലും തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. VT ബൽറാം പറഞ്ഞതുപോലെ തീരുമാനം ഔദ്യോഗികമായി വന്നിട്ടില്ല എങ്കിൽ കൂടിയും പ്രതീക്ഷകൾ മങ്ങുന്നുവെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ തീരുമാനം ഔദ്യോഗികമായി വരണമെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായി നേതാക്കളെ അറിയിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഇനിയും ആ പ്രഖ്യാപനം വൈകിപ്പിക്കരുതെന്ന ആവശ്യമുണ്ട്. കേരളത്തിലെ നേതാക്കൾക്കാകട്ടെ അത് രാഹുൽ ഗാന്ധിയോട് തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശേഷിയുമില്ല. കാരണം രാഹുലാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ. അനുമോദ്, ഏതായാലും IC ബാലകൃഷ്ണൻ അടക്കം രാവിലെ പങ്കുവച്ച വികാരം രാഹുൽ വരും എന്ന് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണോ? വയനാട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ 2-3 ദിവസമായെങ്കിലും പ്രചരണ പ്രവർത്തനങ്ങളടക്കം അല്പം പുറകോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ സിദ്ദിഖ് മുൻകൈ എടുത്ത് തന്നെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക, ഏതാണ്ട് 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയായ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയ തോതിലൊരു മുന്നേറ്റം കാഴ്ചവെക്കാനും സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി അല്പം പുറകോട്ട് പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. വയനാട്ടിൽ നിന്ന് ലഭിക്കുന്ന അത്തരം വിവരങ്ങൾ എന്തൊക്കെയാണ് അനുമോദ്? രഞ്ജിത്ത്, നേരത്തെ നമ്മളെല്ലാം ചർച്ച ചെയ്തതുപോലെ തന്നെ UDFന്റെ ഉറച്ച മണ്ഡലമാണ് വയനാട്. അതായത് ഈ ഏറ്റവും കുറഞ്ഞത് ഒരു 1,00,000 വോട്ടിനെങ്കിലും UDF സ്ഥാനാർത്ഥി ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 3 ദിവസമായി രാഹുൽ ഗാന്ധി വരും എന്ന ആവേശത്തിൽ നല്ല രീതിയിൽ പ്രചരണങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ സാഹചര്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു. ആരായിരിക്കും ഈ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ തന്നെ അത് ആരായിരിക്കും ഇനി പകരം സ്ഥാനാർത്ഥിയായി വരിക? T സിദ്ദിഖ് വരുമോ, അതോ ACC നേതൃത്വം തീരുമാനിക്കുന്നതല്ല മറ്റാരെങ്കിലും വരുമോ എന്ന കാര്യത്തിൽ ആർക്ക് വേണ്ടി വോട്ട് പിടിക്കണം എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടുത്തെ UDF നേതൃത്വത്തിനുള്ളത്. നമുക്കറിയാം വയനാട് മണ്ഡലം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ 3 ജില്ലകളായി കിടക്കുകയാണ്. ഇതിൽ നമുക്കറിയാം മലപ്പുറം DCC ആകട്ടെ ഇക്കാര്യത്തിലൊരു ആശങ്ക, അതായത് എത്രയും പെട്ടെന്ന് തീരുമാനം അറിയണമെന്ന രീതിയിലൊരു അഭ്യർത്ഥന ACCക്ക് മുമ്പാകെ തന്നെ വെച്ചിരുന്നു. കാത്തിരിക്കാനായിരുന്നു മറുപടി. മലപ്പുറത്ത് നമുക്കറിയാൻ കഴിയുന്നത് ഈ പ്രഖ്യാപനം വൈകുന്നത് വലിയ തോതിൽ അണികൾക്കിടയിൽ വിഷമത്തിന് ഒപ്പം തന്നെ എങ്ങനെ ഈ കാര്യത്തെ ന്യായീകരിക്കും
സ്വീകരിക്കും എന്നറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അനുകൂലമായ ഒരു സാഹചര്യം UDF-ന് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഇത് കുറവുണ്ടാക്കുമെന്നൊരു ആശങ്കയുണ്ട്. പ്രചരണത്തിൽ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ടി സിദ്ദിഖ് വയനാട് മണ്ഡലത്തിലെ കൺവെൻഷനിൽ തന്നെ പങ്കെടുത്തിരുന്നു. ഇന്ന് അദ്ദേഹം കോഴിക്കോടാണുള്ളത്. വയനാട് മണ്ഡലത്തിൽ പക്ഷേ ഇന്ന് വലിയ തോതിലുള്ള പരസ്യ പ്രചാരണങ്ങളോ കൺവെൻഷനോ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറുവശത്താകട്ടെ LDF-ന്റെ പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സംസ്ഥാനത്ത് ആദ്യം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായ PP സുനീർ. അദ്ദേഹം 3 വട്ടം മണ്ഡല പര്യടനം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്ന് തിരിച്ചു രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയാൽ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനുണ്ട്. ജയശങ്കർ, KV തോമസിൽ നിന്ന് കോൺഗ്രസിന് ആശ്വാസം വന്നു. അദ്ദേഹം വന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ തനിക്ക് പരിഭവമില്ല, 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എറണാകുളം അടക്കം പ്രചരണത്തിന് പോകും എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതൊരു പരിധിവരെ ആശ്വാസമാണ്. അപ്പോഴും രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ഉമ്മൻചാണ്ടി പറയുകയാണ്, താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല രാഹുൽ മത്സരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടില്ല, താൻ ആവശ്യപ്പെട്ടു എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ കേരളത്തിലെ നേതാക്കൾ? പ്രതീക്ഷ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കും. കാരണം ശ്രീ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡോ നമ്മളോട് അതിനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നു. ഇവിടെ നമുക്കറിവായ കാര്യം ടി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു എന്നുള്ളതും അദ്ദേഹം പ്രചാരണം ആരംഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വേണ്ടി മതിലെടുത്തുണ്ടായി, അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററുകൾ ഉണ്ടാക്കി, അദ്ദേഹം തന്നെ വയനാട്ടിലെമ്പാടും നടന്ന് വോട്ട് പിടിക്കാൻ തുടങ്ങി. അദ്ദേഹം പാണക്കാട് പോയി ഹൈദരാലി തങ്ങളെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചു. ഇതൊക്കെ ലോക പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. വയനാട് മണ്ഡലത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയുടെ പേര് ഹൈക്കമാൻഡ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും അറിവുള്ള കാര്യമാണ്. മറ്റ് പല മണ്ഡലങ്ങളിലും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, അവരൊക്കെ പ്രചരണം തകൃതിയായിട്ട് നടക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചില്ല എന്നൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവിടെ സിദ്ദിഖിനെ തീരുമാനിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ ശ്രീ ഉമ്മൻചാണ്ടി വലിയ തോതിൽ കടിപിടി കൂടിയിട്ടാണ് ആ സീറ്റ് മേടിച്ചത്. VV പ്രകാശ് ഉണ്ടായിരുന്നു, ഷാരിമോൾ ഉസ്മാൻ ഉണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ആഗ്രഹിച്ച സീറ്റാണ്. കാരണം വലിയ ജയസാധ്യതയുള്ള ഒരു സ്ഥലമാണ് വയനാട് എന്നുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ സിദ്ദിഖ് വരാൻ വൈകി, വന്നതിന് ശേഷം പ്രചരണം തുടങ്ങാൻ വൈകി. പ്രചരണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പ്രചരണം നിർത്തി പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞതും നമ്മളെല്ലാവരും വിശ്വസിച്ചതും മലയാള മനോരമ അടക്കമുള്ള എല്ലാ പത്രങ്ങളും പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, അതുകൊണ്ട് സിദ്ദിഖ് പിന്മാറും. സിദ്ദിഖ് തന്നെ മാറിയത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും പറയാതെ സിദ്ദിഖ് പിന്മാറുന്ന പ്രശ്നമില്ല. സിദ്ദിഖിന്റെ രാഷ്ട്രീയ യജമാനൻ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയാണ് സിദ്ദിഖിന് സീറ്റ് വാങ്ങിച്ചത്. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം. ഉമ്മൻചാണ്ടിയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്ക് പ്രായാധിക്യം കൊണ്ട് അൾസൈമേഴ്സ് ബാധിച്ചോ ഡെമനേഷ്യ ബാധിച്ചോ നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ വിഷ്വൽസ് എല്ലാ ചാനലിലും ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണല്ലോ. ഇപ്പൊ എന്താ പറ്റില്ല, പിറ്റേ ദിവസം തന്നെ PC ചാക്കോ പത്രസമ്മേളനം നടത്തി പറഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യം ആലോചനയിൽ മാത്രമേ ഉള്ളൂ, സീറ്റ് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ PC ചാക്കോ പൊതിക്കറിവ് പറയുന്നതായിരിക്കുന്നതാണ് എല്ലാവരും വരുന്നത്. ഞാനടക്കം അങ്ങനെ വിചാരിച്ചു. കാരണം PC ചാക്കോക്ക് ഇപ്പൊ ഹൈക്കമാൻഡിൽ പറയത്തക്ക വോയിസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ചാക്കോ പറഞ്ഞാണ് ശരി എന്ന വസ്തുതയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കണം. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ സമയോചിതമായി രാഷ്ട്രീയക്കാർ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞില്ലെന്നും ഒക്കെ ഉള്ള നിലപാടിലേക്ക് പോകുന്നു. ഇത് ഉമ്മൻചാണ്ടിയെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന് ഒരു കാരണവശാലും ഭൂഷണമല്ല. ഞാൻ തെറ്റിദ്ധാരണയുടെ പുറത്താണ് പറഞ്ഞത്, അല്ല സിദ്ദിഖിനോട് പിന്മാറാൻ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷന് മത്സരിക്കാനുള്ള സീറ്റ് ആദ്യം തീരുമാനിക്കട്ടെ. അദ്ദേഹം ഒന്നിലധികം സീറ്റിൽ മത്സരിക്കുന്നതിൽ ഒരു തെറ്റില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. അദ്ദേഹത്തിന് വയനാട്ടിൽ മത്സരിക്കാം, അദ്ദേഹത്തിന് ഫരീദാബാദിൽ മത്സരിക്കാം, അദ്ദേഹത്തിന് ഡൽഹിയിൽ മത്സരിക്കാം, ഹൈദരാബാദിലോ സെക്കന്ദരാബാദിലോ മത്സരിക്കും, ഒരു തടസ്സമില്ല. പക്ഷെ അദ്ദേഹം മത്സരിക്കുന്ന സീറ്റ് ആണെങ്കിൽ ആദ്യം തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്താനായിട്ട്. അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പകുതി വഴിയിലെത്തിയിട്ട് ഇദ്ദേഹം മാറി അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആ സീറ്റിനോട് ഉത്തരവാദിത്വമില്ലേ? ഇതിപ്പോ വയനാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? കേരളത്തിലെ മൊത്തം കോൺഗ്രസ്സുകാരെയും ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു തീരുമാനമല്ലേ? അത് UDF-ൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നില ഇപ്പൊ എന്താണ്? പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് UDF-ഉം UPI-യും കോൺഗ്രസ് പാർട്ടിയും ഉയർത്തി കാണിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധിയാണ്. സ്വന്തം മണ്ഡലം ഏതായിരിക്കണം തീരുമാനിക്കാൻ പറ്റാത്ത ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു. അതിലും വലിയ ദുരന്തം എന്താണ് ഈ രാജ്യത്തുണ്ടാകുക? അത് ഒരു കാരണവശാലും സന്തോഷകരമായിട്ടുള്ള കാര്യമില്ല. നമ്മൾ ഉമ്മൻചാണ്ടിയെ വിടുക, രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തം പറഞ്ഞു. എന്തുകൊണ്ട് വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല? പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണോ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റാരെങ്കിലുമുള്ള സ്ഥാനാർത്ഥി? അത് പറയണ്ടേ?
അങ്ങനെ സ്വന്തം മണ്ഡലത്തിന്റെ കാര്യത്തിൽ പോലും ഉത്തരവാദിത്തമില്ലാത്ത ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കും. എനിക്ക് അതിനെ കുറിച്ചിട്ടാണ് ആശങ്ക. ശരി, നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഉണ്ണി ഒരിക്കൽ കൂടി ചേരുന്നു. ഉണ്ണി, ഇന്ന് പ്രചരണ രംഗത്ത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. മോദിയും റാലികൾ ആരംഭിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നു. ഇത്ര അധികം തിരക്കുകളുള്ള സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ടല്ലോ. രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിക്ക് ഇന്ന് പാർട്ടിയുടെ പല കൂടിയാലോചനകളും യോഗങ്ങളും ഒക്കെ ഉണ്ട്. ഹരിയാനയിലുള്ള റാലിയും റോഡ് ഷോയും ഒക്കെ നാളത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പരിപാടികളുണ്ടെങ്കിലും അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടേതായുള്ള ഒരു തീരുമാനം വരുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെയും രാഹുൽ ഗാന്ധിക്ക് പല പരിപാടികളും ഉണ്ടായിരുന്നു. പാർട്ടി OBC വിഭാഗത്തിന്റെ സമ്മേളനമടക്കമുള്ള പരിപാടികൾ. അതിനിടയിലൊന്നും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിട്ടേയില്ല. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേതാക്കളോട് ഇതേപ്പറ്റി ഒന്നും പറയാതെ തന്നെ ഇക്കാര്യത്തിൽ പൂർണ്ണമായി നേതാക്കളെ ഇരുട്ടിലാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് പ്രധാനമായ കാരണം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നു. അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. 2 മണ്ഡലങ്ങളിലെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിർത്തിയാൽ അത് പാർട്ടിക്ക് കേരളത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ ഹൈക്കമാൻഡിനും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നത്. ഇന്ന് 4 മണിക്കാണ് തിരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള പട്ടിക ഇറക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. അതിൽ കേരളത്തിലെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമോ എന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല. ഏതായാലും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നേതാക്കൾക്ക് തന്നെ വലിയ ആശങ്കയുണ്ട്. അവരുടെ ആശങ്കയും സമ്മർദ്ദവും ഒക്കെ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തനാക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയ ദില്ലിയിൽ നിന്ന്. ഒപ്പം CB അനുമോദും ചേർന്നിരുന്നു.